നമസ്കാരം. കഴിഞ്ഞ ദിവസങ്ങളിൽ എയർ ഇന്ത്യയുമായി ബന്ധപ്പെട്ട നിരവധിയായ വാർത്തകൾ പുറത്തു വന്നിരുന്നു. അതായത് എയർ ഇന്ത്യയിൽ പൈലറ്റുമാരടക്കമുള്ള ജീവനക്കാരുടെ ദിവസങ്ങൾ നീണ്ടു നിന്ന ഒരു സമരം ഉണ്ടായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് യാത്രക്കാർക്ക് നേരിട്ടുള്ള പല രീതിയിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ വാർത്തകൾ വന്നിരുന്നു. തിരുവനന്തപുരത്തെ ഒരു യുവതിയെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ളൊരു സങ്കടകരമായൊരു സ്ഥിതിവിശേഷം ഉണ്ടായി. അവർക്ക് അത്യാസന്ന നിലയിലായിരുന്ന അവരുടെ ഭർത്താവിനെ അവസാനമായി ഒരു നോക്ക് കാണുന്നതിന് പോലും പോകാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായതൊക്കെ വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ആ സമരത്തിന് ശേഷവും പല രീതിയിലുള്ള പ്രശ്നങ്ങൾ എയർ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഉള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഒരു എയർക്രാഫ്റ്റിന് തീ കണ്ടെത്തുകയും അത് യാത്രക്കാരെ അവിടെ നിന്ന് ഇറക്കി ആ യാത്ര ക്യാൻസൽ ചെയ്യേണ്ട സ്ഥിതിവിശേഷവും ഒക്കെ ഉണ്ടായി. എന്നാൽ അന്ന് ഈ യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ലഭ്യമാക്കിയില്ല. അവർക്ക് താമസത്തിനടക്കമുള്ള സൗകര്യങ്ങളൊന്നും ലഭിച്ചില്ല. അവർക്ക് വിമാനത്തിനകത്ത് തന്നെ പലർക്കും ഇരിക്കേണ്ട സാഹചര്യം വേറെ ചില സാഹചര്യങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ പല രീതിയിലുള്ള പരാതികൾ യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം എയർ ഇന്ത്യയെ സംബന്ധിച്ച് കഴിഞ്ഞ ഏതാനും നാളുകൾക്കിടയിൽ നമ്മൾ കാണുകയുണ്ടായി. അപ്പോൾ ഇതേ പരാതികൾ തന്നെ 2022 എയർ ഇന്ത്യ സ്വകാര്യവൽക്കരിക്കുന്നതിന് മുമ്പും നിലനിന്നിരുന്നു. എയർ ഇന്ത്യയുടെ കാര്യക്ഷമത ഇല്ലായ്മയെക്കുറിച്ച്, അതിലെ യാത്രക്കാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച്, സമയനിഷ്ഠ പാലിക്കാതിരിക്കുന്നതിനെക്കുറിച്ച്, അതുപോലെ തന്നെ ഫ്ലൈറ്റുകൾ ക്യാൻസൽ ചെയ്യുന്നതിനെക്കുറിച്ച്, ഇങ്ങനെയുള്ള നിരവധിയായ കാര്യങ്ങൾ മുമ്പും, അതായത് സ്വകാര്യവൽക്കരിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ടാറ്റ ഏറ്റെടുക്കുന്നതിന് മുമ്പും ഉണ്ടായിരുന്നു. അപ്പോൾ ഉയർന്നിരുന്ന മാധ്യമങ്ങളിലൊക്കെ ഉയർന്നിരുന്ന ഏറ്റവും വലിയൊരു വിമർശനം ഇതെല്ലാം പൊതുമേഖലയിലായതുകൊണ്ടാണ്, ഇതെല്ലാം സർക്കാരിൻ്റെ കയ്യിൽ ഈ എയർലൈൻസ് ഇരിക്കുന്നതുകൊണ്ടാണ് ഈ കെടുകാര്യസ്ഥതയും ഈ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുന്നത്. ഇതിനെന്താണ് ഒരു പരിഹാരമാർഗം? ഇതിനെ സ്വകാര്യവൽക്കരിക്കുക. അങ്ങനെയാണ് ഇത് 2001 ആരംഭിച്ച സ്വകാര്യവൽക്കരണ നീക്കം 2022 വീണ്ടും അത് ടാറ്റയുടെ കയ്യിലേക്ക് തന്നെ എത്തുന്ന സ്ഥിതിയിലേക്ക് ഉള്ള സാഹചര്യം ഉണ്ടായത്. ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി വലിയ തോതിൽ നഷ്ടത്തിലായിരുന്ന ഈ വിമാന കമ്പനിയെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി എല്ലാ രീതിയിലും യാത്രക്കാർക്ക് ഉയർന്ന ഒരു അന്താരാഷ്ട്ര എയർലൈൻ്റെ സൗകര്യം കൊടുക്കുന്നതൊക്കെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ഇത്തരത്തിൽ വീണ്ടും സ്വകാര്യവൽക്കരിച്ച് ഇത് ടാറ്റയുടെ കയ്യിലെത്തിയത്. അപ്പോൾ ഇപ്പോഴെന്താണ് അവസ്ഥ? ഈ സ്വകാര്യവൽക്കരണത്തിന് വേണ്ടി അപ്പോസ്തോലന്മാരായി വർത്തിച്ചിരുന്ന ആളുകൾ ഇപ്പോൾ ഈ എയർ ഇന്ത്യയുടെ കാര്യത്തിലുണ്ടായിട്ടുള്ള നിരന്തരമുണ്ടായിരിക്കുന്ന ആക്ഷേപങ്ങളെക്കുറിച്ച് ഒന്നും മിണ്ടുന്നില്ല. അത് ഗവൺമെൻറ്റിൻ്റെ കയ്യിലായിരുന്നു, പൊതുമേഖലയിലായിരുന്നതാണ് ഇതിൻ്റെ പ്രശ്നമെങ്കിൽ എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ ഗ്രൂപ്പായിട്ടുള്ള ടാറ്റ ഏറ്റെടുത്തതിന് ശേഷവും ഇതേ പ്രശ്നങ്ങൾ തുടരുന്നു എന്നുള്ള ചോദ്യം ഉയരുന്നില്ലേ? 2022 ശേഷം 2024 എത്തിയിരിക്കുന്ന 2 വർഷം പിന്നിട്ടിരിക്കുന്നു. പക്ഷേ എയർ ഇന്ത്യയിൽ എല്ലാം തഥൈവ. ഫ്ലൈറ്റുകൾ ക്യാൻസൽ ചെയ്യുന്നു, ആളുകൾക്ക് പോകാൻ കഴിയുന്നില്ല, പോകാൻ കഴിയാത്തവർക്ക് ഭക്ഷണം കിട്ടുന്നില്ല, വിമാനത്താവളത്തിൽ കിടന്ന് ഉറങ്ങേണ്ടി വരുന്നു, എപ്പോൾ പോകാൻ കഴിയുമെന്നറിയില്ല, അവർക്ക് താമസിക്കാൻ ഹോട്ടൽ സൗകര്യം കിട്ടുന്നില്ല, ബസ്സിൽ മറ്റേതെങ്കിലും കേന്ദ്രത്തിലേക്ക് എത്തിക്കുന്നതിൽ അങ്ങനെ ചെയ്യുന്നില്ല. ഈ കെടുകാര്യസ്ഥതയെല്ലാം അവിടെ അതേപടി നിലനിൽക്കുകയാണ്. അപ്പോൾ സ്വകാര്യവൽക്കരണം ആണ് എല്ലാത്തിനുമുള്ള ഒരു ആൻസർ. ഏറ്റവും ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ഏതെങ്കിലും ഒരു കമ്പനിയുടെയോ ഏതെങ്കിലും ഒരു സെക്ടറിലെയോ ഒക്കെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ഏറ്റവും അവസാനത്തെ ഒരു മാർഗം എന്ന് പറയുന്നത് സ്വകാര്യവൽക്കരിക്കുക. അത് ആ പ്രൈവറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും കമ്പനി ഏൽപ്പിച്ചാൽ അവരത് ഭംഗിയായിട്ട് നടത്തും എന്നുള്ളൊരു ചിന്ത എങ്ങനെയോ പൊതുസമൂഹത്തിൽ ഉടലെടുത്തിരിക്കുകയാണ്. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, 1932 ആണ് ടാറ്റ ഗ്രൂപ്പ് ഈ എയർ ഇന്ത്യക്ക് തുടക്കം കുറിക്കുന്നത്. ടാറ്റ എയർലൈൻസ് എന്ന പേരിലാണ് 1932 അത് ആരംഭിക്കുന്നത്. കുറേ കാലം ടാറ്റ നടത്തിയതിന് ശേഷം അത് പൊതുമേഖലയിലേക്ക് കൊണ്ടുവരികയാണ്. പക്ഷേ ഇന്നിപ്പോൾ നമ്മൾ ഈ അടുത്ത കാലത്ത് നമ്മൾ നോക്കുമ്പോൾ 2022 ശേഷം ഉള്ള ചില സർവേകളിൽ കാണുന്ന ഒരു വിവരം എന്താണ്? ബിസിനസ് ക്ലാസിൻ്റെ കാര്യത്തിൽ
ലോകത്തെ ഏറ്റവും മോശം ആയിട്ടുള്ള അവസാനം നിൽക്കുന്ന 4ാമത്തെ എയർലൈനാണ് എയർ ഇന്ത്യ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ യാത്രക്കാരുടെ ഇടയിൽ നടത്തിയിരിക്കുന്ന ഒരു ഒപ്പീനിയൻ പോളിൻ്റെ അടിസ്ഥാനത്തിൽ സമയനിഷ്ഠയുടെ കാര്യത്തിൽ എയർ ഇന്ത്യയെ സംബന്ധിച്ച് ഇപ്പോഴും 70% യാത്രക്കാർക്കും വലിയ പരാതികളുണ്ട്. അപ്പോൾ എല്ലാത്തിൻ്റെയും പരിഹാരം, എല്ലാത്തിനുള്ള ഒറ്റമൂലി എന്ന് പറയുന്നത് സ്വകാര്യവൽക്കരണമാണ് എന്ന് പറയുന്നവർ ഇക്കാര്യത്തിൽ എന്താണ് പറയാനുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ സ്വകാര്യവൽക്കരണം, അതായത് ഒരു സ്ഥാപനം സ്വകാര്യ മേഖലയിലോ പൊതുമേഖലയിലോ ആയിക്കോട്ടെ, അതിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് സ്വകാര്യ മേഖലയിലേക്ക് മാറുന്നതോടുകൂടി എല്ലാം കീഴ്മേൽ മറിഞ്ഞ് എല്ലാം നന്നായി എന്ന് അർത്ഥമാക്കാൻ കഴിയില്ല. സ്വകാര്യ മേഖലയിൽ തന്നെ പ്രവർത്തിക്കുന്ന നിരവധിയായ കമ്പനികൾ നഷ്ടത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. വളരെയധികം കെടുകാര്യസ്ഥതയോടുകൂടി മുന്നോട്ട് പോകുന്ന ഒട്ടേറെ സ്വകാര്യ കമ്പനികളുണ്ട്. ഇന്ത്യയിൽ തന്നെ സ്വകാര്യ കമ്പനികളിൽ പലതും കൃത്യമായി ശമ്പളം കിട്ടാത്ത, ജീവനക്കാർക്ക് കൊടുക്കാൻ കഴിയാത്ത സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ സ്വകാര്യ മേഖല എന്ന് പറയുന്നത് എല്ലാ പ്രശ്നങ്ങളുടെയും അവസാന വാക്കാണ് എന്ന് ചിന്തിക്കുന്ന ഒരു പൊതുസമൂഹത്തിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ അത് കൃത്യമായ ഒരു കോർപ്പറേറ്റ് വൽക്കരണത്തിൻ്റെ, വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രാതിനിധ്യവൽക്കരണമാണ് അത് കാണിക്കുന്നത്. അതുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരം വിറ്റഴിക്കുക, വിറ്റ് തുലയ്ക്കുക, സ്വകാര്യ മേഖലയ്ക്ക് അങ്ങോട്ട് കൈമാറുക എന്നുള്ളതല്ല. ഈ കാര്യങ്ങളെല്ലാം ആവശ്യം പോലെ, ആവശ്യാനുസരണം ഇത്തരം കാര്യങ്ങൾ പൊതുമേഖലയിലാവുമ്പോൾ വല്ലാതെ പർവ്വതീകരിച്ച് കാണിക്കുന്നതിനും, സ്വകാര്യ മേഖലയിൽ അതേ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അതിനെ ഒന്നും മിണ്ടാതെ അതിനെല്ലാം അടിച്ചമർത്തി ഒതുക്കി വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം മാധ്യമ സമൂഹവും പുലർത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ എയർ ഇന്ത്യയുടെ കാര്യത്തിൽ ഈ പ്രശ്നങ്ങളുണ്ടായിട്ട് ഒരു ചർച്ചയും രാജ്യത്ത് ഉയർന്നു വന്നില്ല. ഒരു ചാനലും അതിനെക്കുറിച്ച് ഒരു അന്തിച്ചർച്ചയോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇതെല്ലാം പൊതുമേഖലയിലായിരുന്നെങ്കിലുള്ള സ്ഥിതിവിശേഷം എന്താകുമായിരുന്നു? അപ്പോൾ ഈ ഒരു പ്രശ്നം പൊതുസമൂഹത്തിനും മാധ്യമത്തിനും ഉണ്ട്. സ്വകാര്യവൽക്കരണമാണ് എല്ലാത്തിൻ്റെയും അവസാന വാക്ക് എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഇത്തരത്തിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളെ തകർക്കുക, അല്ലെങ്കിൽ ഗവൺമെൻറ് ഉടമയിലുള്ള സ്ഥാപനങ്ങളെ തകർക്കുക എന്നുള്ളതിൻ്റെ ഏറ്റവും ഒരു തീവ്രമായിട്ടുള്ള അറ്റാക്ക് ഈയിടെയായിട്ട് നേരിടുന്ന ഒരു രംഗമാണ് മെഡിക്കൽ രംഗം. അതായത് കേരളത്തിലെ ആരോഗ്യ മേഖലയിലെ സർക്കാർ ആശുപത്രികൾ എന്ന് പറയുന്നത് ഏറ്റവും മോശമാണ്. അവിടെ ഒരു തരത്തിലുള്ള ക്വാളിറ്റി ഇല്ല, ഒരു തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നില്ല, എല്ലാം പ്രശ്നത്തിലാണ്. ഏതെങ്കിലും രീതിയിൽ അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഉള്ള ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാകും എന്ന് പറയുന്ന ഒരു ഒട്ടേറെ വാർത്തകൾ ഈയിടെയായിട്ട് പുറത്തു വരികയാണ്. തീർച്ചയായിട്ടും അവിടെ പ്രശ്നങ്ങൾ ഉണ്ട്, അല്ലെങ്കിൽ വീഴ്ചകൾ സംഭവിക്കുന്നുണ്ട് എന്നുള്ളതൊന്നും ആരും നിഷേധിക്കുന്ന കാര്യമല്ല. ചില പ്രശ്നങ്ങളൊക്കെ പല ആശുപത്രികളെ സംബന്ധിച്ചിടത്തോളം ഉയർന്നു വരുന്നുണ്ട്. അതുപോലെ സൗകര്യങ്ങളുടെ കാര്യത്തിൽ എല്ലാ മേഖലയിലും കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം ഒരേ സൗകര്യമുള്ള സർക്കാർ ആശുപത്രികളല്ല ഉള്ളത്. പലപ്പോഴും ആംബുലൻസിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്, വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനത്തിൻ്റെ കാര്യത്തിൽ പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം കുറവുകൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ സർക്കാർ മേഖലയിലുള്ള ഈ ആശുപത്രികൾ ഈ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് ചെയ്യുന്ന സേവനങ്ങളെ വല്ലാതെ ഇകഴ്ത്തി കാണിക്കാനുള്ളൊരു വെമ്പലുണ്ട്. അത് ഒരു ശരിയായ ഒരു സമീപനമാണോ എന്ന് ചിന്തിക്കേണ്ട സാഹചര്യമുണ്ട്. മറ്റൊന്ന്, ഈ സർക്കാർ ആശുപത്രികളിൽ ഇതുപോലെയാണ്, മോശം സാഹചര്യങ്ങളാണ്, എല്ലാം കുഴപ്പത്തിലാണ്, അവിടെ ചെന്ന് കഴിഞ്ഞാൽ നല്ല ചികിത്സ കിട്ടില്ല, ആരും അറ്റൻഡ് ചെയ്യാനില്ല എന്നൊക്കെ പറയുമ്പോൾ ഈ കേരളത്തിലെ സ്വകാര്യ ആശുപത്രികൾ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായി എല്ലാവരും ചെല്ലുന്ന എല്ലാവരെയും ട്രീറ്റ് ചെയ്ത് ഒരു കുറ്റമറ്റ രീതിയിൽ എല്ലാ രോഗങ്ങളും മാറ്റിവിടുന്നു എന്ന് ഏതെങ്കിലും ആളുകൾക്ക് പറയാൻ പറ്റുമോ? ഏതെങ്കിലും മാധ്യമങ്ങൾക്ക് പറയാൻ പറ്റുമോ? എപ്പോഴെങ്കിലും കേരളത്തിലെ ഏതെങ്കിലും മാധ്യമം, അത് പ്രിൻ്റ് മീഡിയ ആവട്ടെ, ന്യൂസ് ചാനലുകളാവട്ടെ, എപ്പോഴെങ്കിലും കേരളത്തിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലെ ഏതെങ്കിലും ഒരു തെറ്റായ നടപടിയെ, ഏതെങ്കിലും ഒരു കെടുകാര്യസ്ഥതയെ, ഏതെങ്കിലും വീഴ്ച കൊണ്ട് മരണം സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ, ഏതെങ്കിലും കുറവുകൾ കൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്തതായിട്ട് കേട്ടിട്ടുണ്ടോ? ആർക്കെങ്കിലും അവരുടെ ആർക്കൈവിൽ നിന്ന് അത്തരത്തിലുള്ള റിപ്പോർട്ട് എടുത്ത് കാണിച്ചു തരാൻ പറ്റുമോ? അപ്പോൾ ഇതെല്ലാം സ്വകാര്യ സ്ഥാപനങ്ങൾ, സ്വകാര്യ ആശുപത്രികൾ എല്ലാം ഭംഗിയായി നടക്കുന്നു, എല്ലാം ഗംഭീരമായ രീതിയിൽ അവർ അഹോഗംഭീരം എന്നുള്ള രീതിയിൽ നടക്കുന്നു എന്നുള്ളൊരു പ്രതീതി ജനിപ്പിക്കാനും, ഈ കേരളത്തിലെ ആരോഗ്യ മേഖലയിലെ നിസ്തുലമായ സേവനം കാഴ്ചവെക്കുന്ന, നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക,
ലോകം പകച്ചു നിന്നൊരു സന്ദർഭമാണ്. ലോകത്തെ ആരോഗ്യ മേഖല പകച്ചു നിന്നൊരു സമയമാണ് കോവിഡ് എന്ന് പറയുന്നത്. ഏറ്റവും വലിയ വികസിത രാജ്യങ്ങളിലെ പോലും ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെ കുറവുകൾ കോവിഡ് കാലഘട്ടം നമുക്ക് തുറന്നു കാണിച്ചു. പക്ഷെ അവിടെയും കേരളത്തിലെ ആരോഗ്യ മേഖല, സർക്കാർ മേഖലയിലുള്ള സ്ഥാപനങ്ങൾ ഒരു ലോകത്തിലൊരു ക്ലാസിക് എക്സാമ്പിൾ കാഴ്ചവെക്കുകയാണ് ചെയ്തത്. എങ്ങനെയാണിത് നേരിടാൻ പറ്റുക, എങ്ങനെ ഇവരെ ട്രീറ്റ് ചെയ്യാൻ പറ്റുക, എങ്ങനെ ഇതെല്ലാം കാണിച്ചു കൊടുത്തൊരു സംവിധാനമാണ് കേരളത്തിലെ ആരോഗ്യ മേഖല. അപ്പം അതുകൊണ്ട് ഈ തരത്തിൽ ആരോഗ്യ മേഖലയിൽ ഉണ്ടാവുന്ന, സർക്കാർ ആശുപത്രികളിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, ചിലത് വലിയ പ്രശ്നങ്ങളാകാം, പക്ഷെ ചെറിയ പ്രശ്നങ്ങൾ പോലും വല്ലാതെ പെരുപ്പിച്ച് കാണിച്ചുകൊണ്ട് എല്ലാ തരത്തിലും ഇത് തകർച്ചയിലാണ്, പ്രശ്നത്തിലാണ് എന്ന് വരുത്തി തീർക്കുന്ന ഒരു സിറ്റുവേഷൻ നമ്മുടെ സംസ്ഥാനത്ത് ഇന്നുണ്ട്. ഇത് തീർച്ചയായിട്ടും സ്വകാര്യ ആശുപത്രികളെ വൻ മൂലധന മുടക്കിൽ പ്രവർത്തിക്കുന്ന, ആളുകളുടെ കഴുത്തിറക്കാൻ ഒരു മടിയുമില്ലാത്ത സ്വകാര്യ ആശുപത്രികളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയാണ്, അവരുടെ പക്ഷം ചേരലാണ്. ഇതാണ് സ്വകാര്യ മേഖല. എല്ലാ രീതിയിലും കേമമാണ്, എല്ലാത്തിൻ്റെ അവസാന വാക്ക് സ്വകാര്യ മേഖലയാണ് എന്നുള്ളൊരു ഒരു 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 പ്രതീതി നമ്മുടെ സമൂഹത്തിൽ സൃഷ്ടിച്ചെടുക്കാനുള്ള ശ്രമം. ഇത് മറ്റൊന്നുമല്ല, സാമ്പത്തിക മേഖലയിലും രാഷ്ട്രീയ മേഖലയിലും വലതുപക്ഷവൽക്കരണത്തിൻ്റെ ഒരു ഏറ്റവും ഉത്തമമായിട്ടുള്ള ഉദാഹരണം കൂടിയാണ്. അതുകൊണ്ട് ഒന്ന് മനസ്സിലാക്കുക, ഈ എയർ ഇന്ത്യയുടെ ഉദാഹരണം കാണിക്കുന്നത് എല്ലാ പ്രശ്നങ്ങളുടെയും അവസാനത്തെ മറുപടി എന്ന് പറയുന്നത് സ്വകാര്യവൽക്കരണമല്ല. വൽക്കരിക്കപ്പെട്ട കമ്പനികളിലും പല പ്രശ്നങ്ങളുണ്ട്. സ്വകാര്യ മേഖല നമ്മുടെ രാജ്യത്തിനും നമ്മുടെ സമൂഹത്തിൻ്റെ നിലനിൽപ്പിനും ആവശ്യമാണ്. പക്ഷേ എല്ലാ പ്രശ്നങ്ങളുടെയും അവസാനത്തെ ഉത്തരം സ്വകാര്യ മേഖലയാണ് എന്നൊരു പ്രതീതി ജനിപ്പിക്കാനുള്ള ശ്രമം അത്ര നല്ലതല്ല. അത്തരത്തിലുള്ള നീക്കങ്ങളിൽ നിന്നും നമ്മുടെ പൊതുസമൂഹവും മാധ്യമങ്ങളും പിന്മാറണം എന്ന് മാത്രമാണ് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.